ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാര തുടർച്ച ലഭിച്ചത് ജനക്ഷേമപരമായ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്ന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ S. പവനനാഥൻ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരായ അടിസ്ഥാനവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാര തുടർച്ച ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാന സർക്കാരും നടപ്പാക്കിയ ജനക്ഷേമകരമായ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്ന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ S. പവനനാഥൻ അഭിപ്രായപ്പെട്ടു. ദേവികുളങ്ങര പഞ്ചായത്തിൽ തുടർ ഭരണം കിട്ടിയിരിക്കുകയാണ്. ആ തുടർ ഭരണം കിട്ടുന്നതിന് കാരണം കഴിഞ്ഞ 5 വർഷമായി ദേവികുളങ്ങര പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരവധി പ്രവർത്തനങ്ങളാണ് ദേവികുളങ്ങര പഞ്ചായത്തിൽ പുതുതായി നടപ്പാക്കിയത്. അതൊരു സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ്. കാർഷിക മേഖലയില, വ്യാവസായിക മേഖലയില, കുടുംബശ്രീ മേഖലയിൽ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തത്, വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തത്, കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത്, പ്രകാശപൂരിതമാക്കി പുതിയ ലൈറ്റിട്ടത്, അങ്ങനെ റോഡുകളൊക്കെ പുതുതായി വൃത്തിയാക്കിയത്, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മളുടെ പഞ്ചായത്തിൽ നടക്കുകയുണ്ടായി. പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ നൂതന പദ്ധതികൾ ഇതെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ദേവികുളങ്ങര പഞ്ചായത്തിന് തുടർഭരണം കിട്ടിയത്. കഴിഞ്ഞ തവണ 7 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 7 സീറ്റ് നിലനിർത്തും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള തരത്തിൽ ഒറ്റക്കക്ഷിയായി CPMന് മാത്രമായിട്ടാണ് ഇത്തവണ 7 സീറ്റ് കിട്ടി. ഒറ്റക്കക്ഷിയായി ഏറ്റവും വലിയ കക്ഷിയായിട്ട് ദേവികുളങ്ങര പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു 11 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ 11 സീറ്റ് നമുക്ക് കിട്ടാതെ പോയത് ഇവിടെ സാധാരണ ചെയ്യുന്ന കൂട്ട് തന്നെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ചില ബന്ധങ്ങളാണ് 4 സീറ്റ് പോയത്. BJPക്ക് 4 സീറ്റായിരുന്നു. അത് 4 സീറ്റിൽ നിന്ന് 3 സീറ്റായിട്ട് കുറയ്ക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളാകെ തന്നെ തുടർഭരണം ആഗ്രഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു. വീണ്ടും ദേവികുളങ്ങര പഞ്ചായത്ത് LDF തുടരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ അടിസ്ഥാനവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നൂറുകണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ലൈഫ് ഭവന പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ നിലവാരം ഉയർത്തി, കുടിവെള്ളം, ടൂറിസം പദ്ധതികൾ എന്നിവയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു. 11 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് അതിന് വിഘാതമായി. വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കൊപ്പം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CD Net ന്യൂസ്, കായംകുളം.